ഗൈസ്, ഇതുവരെയുള്ള ഒരു കണക്കെടുത്താൽ ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്ന ഡ്രോണുകളുടെ എണ്ണം ഏകദേശം 2000 കഴിഞ്ഞിട്ടുണ്ട്. 2000. ഈ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ നിർമ്മിക്കാനായിട്ട് വളരെ ചെലവ് കുറവാണ്. അതുപോലെ തന്നെ ഇറാന്റെ ഒരു ഡ്രോണിന്റെ വില കണക്കാക്കുന്നത് ഏകദേശം $50,000 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡ്രോണുകൾ വളരെ ചീപ്പായിട്ട് ഇറാൻ ഇപ്പോൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ വില ഏകദേശം ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇതിനെ നിർമ്മിക്കാനുള്ള ചെലവായിട്ട് വരുന്നത്. ഇനി ഡ്രോണുകളെ എതിരിടുവാനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചെലവഴിക്കുന്ന എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വലിയ സംഖ്യയാണ്. നമുക്കറിയാവുന്ന പോലെ താഡ് പോലെയുള്ള സിസ്റ്റങ്ങൾ ഒറ്റ തവണ പ്രവർത്തിപ്പിക്കുമ്പോഴേക്കും ഒരു 30 കോടി അങ്ങോട്ട് പോയി കിട്ടും. 50 ലക്ഷം വരുന്ന ഈ ഷാഹിദ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ 30 കോടി ചെലവഴിക്കുക എന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വലിയ ബാധ്യത വരുത്തി വെക്കുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. ഇവിടെയാണ് ഇപ്പോൾ ഒരു പുതിയ പ്ലെയർ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതായത് യുക്രൈൻ എന്ന രാജ്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് യുക്രൈൻ റഷ്യ അയക്കുന്ന ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളെ എഫക്റ്റീവായി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. ഏകദേശം ഇപ്പോൾ 200 സോൾജേഴ്സിനെ ഉക്രൈൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. ശരിക്കും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഷാഹിദ് ഡ്രോണിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇറാന്റെ കയ്യിൽ നിന്ന് റഷ്യ ഷാഹിദ് ഡ്രോണുകളും അങ്ങനെയുള്ള ബാക്കിയുള്ള ഉപകരണങ്ങളും വാങ്ങി ഉക്രൈനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിച്ച ഷാഹിദ് ഡ്രോണുകളിൽ ഏകദേശം 3000 ഡ്രോണുകളെ ഉക്രൈൻ തകർത്തു ഇതുവരെ. അതായത് ഒരു 2 കൊല്ലത്തെ കാലപരിധി എടുത്തു കഴിഞ്ഞാൽ തകർത്തിട്ടുണ്ടെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. ഷാഹിദ് ഡ്രോണുകൾ നശിപ്പിക്കാനായിട്ട് ഉക്രൈൻ ഉപയോഗിച്ചത് ക്വാഡ് കോപ്റ്റർ എന്ന ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് ആണ്. ഈ ഡ്രോണുകൾ നിർമ്മിക്കാനായിട്ട് ഉക്രൈൻ ഏകദേശം ചെലവ് വരിക $2000 ആണ്. $2000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം 2 ലക്ഷം രൂപക്ക് അടുത്താണ് ഈ ക്വാഡ് കോപ്റ്ററുകൾ നിർമ്മിക്കാനായിട്ട് ഉക്രൈന് ചെലവ് വരിക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അമേരിക്ക യുദ്ധത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഇറാന്റെ ഡ്രോണുകളെ, പ്രത്യേകിച്ച് ഷാഹിദ് പോലെയുള്ള ഡ്രോണുകളെയൊക്കെ വളരെയധികം അവർ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 50 ലക്ഷം വരുന്ന ഷാഹിദ് ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് അമേരിക്ക 30 കോടിയൊക്കെ ചെലവാക്കിയിട്ട് താഡ് മിസൈലുകൾ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഈ കാശ് യുദ്ധം കഴിയുമ്പോൾ ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ ഈടാക്കും. അത് ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ തന്നെ നടക്കാനേ സാധ്യതയുള്ളൂ. ഇതറിയാവുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഉക്രൈന്റെ സെലൻസ്കിയോട് ഈ ആന്റി ഡ്രോൺ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആന്റി ഡ്രോൺ, അതായത് ക്വാഡ് കോപ്പർ, അത് ചോദിക്കുന്നുണ്ട്. സെലൻസ്കി ഇപ്പോ ഇതിനകം തന്നെ ഒരു 200 സൈനികരെ പരിശീലനം നടത്താനായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ആയുധം തന്നെ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ആന്റി ഡ്രോണിനെ കണക്കാക്കാം. കാരണം വെറും $2000 മാത്രം വിലയുള്ളൂ. ഇത് മനസ്സിലാക്കുക, ഷാഹിദ് ഡ്രോണിന് പോലും 30,000 മുതൽ $50,000 ആണ് വില. അപ്പോൾ ഉക്രൈൻ റഷ്യ വാർ തുടങ്ങുന്ന സമയത്ത് പരീക്ഷണ ഘട്ടത്തിലായിരുന്ന ഈ ക്വാഡ് കോപ്റ്റർ ഇപ്പോൾ റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് മാറുന്നതിൽ ഇപ്പോൾ ഒരു വലിയ പ്രധാന ഘടകമാണ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ ക്വാഡ് കോപ്റ്റർ നിർമ്മിക്കുന്നത് വൈൽഡ് ഹോർണറ്റ് എന്ന സ്വകാര്യ സ്ഥാപനമാണ്. ഉക്രൈനിയൻ ഉദ്യോഗസ്ഥരും ഡ്രോൺ നിർമ്മാതാക്കളും പറയുന്നത് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇറാനിയൻ ഡ്രോൺ ഭീഷണികളെ ചെറുക്കാൻ കീവുമായിട്ട്, അതായത് ഉക്രൈനിലെ കീവും തലസ്ഥാനമായ കീവുമായിട്ട് സഹകരണം ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹം അവരുടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഉക്രൈൻ സർക്കാരിന്റെ ഔദ്യോഗിക അനുമതി കൂടാതെ കയറ്റുമതി ചർച്ചകളിൽ പങ്കെടുക്കില്ലാണ് ഇതിന്റെ നിർമ്മാതാക്കളായ വൈൽഡ് ഹോർണറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റി ഡ്രോണിന് പേരിട്ടിരിക്കുന്ന സ്റ്റിംഗ് എന്നാണ്. ഈ ഒരു ഇന്റർസെപ്റ്റർ US പാട്രിയോട്ട് പോലുള്ള പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചെലവ് കുറഞ്ഞൊരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കാണുന്നത്. എന്നാലും ഉക്രൈന്റെ ഈ ആന്റി ഡ്രോൺ സിസ്റ്റത്തിന് ഒരു പരിമിതി ഉണ്ട്. കാരണം ഇതിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഷാഹിദ് പോലെയുള്ള ഡ്രോണുകളെ സുഖമായിട്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഷാഹിദ് വളരെ വേഗത കുറവിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രോണാണ്. ഡ്രോണുകൾ എന്തുകൊണ്ടാണ് ഉക്രൈൻ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, റഷ്യ ഉക്രൈന്റെ ഉള്ളിൽ ഇറാന്റെ നിന്ന് ഷാഹിദ് ഡ്രോണുകൾ വാങ്ങിയിട്ട് ആക്രമണങ്ങൾ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ തന്നെയാണ് റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വലിയ തോതിൽ റഷ്യ ചെയ്യുന്നത് ഒരേ സമയം ആക്രമണം നടത്തി യുക്രൈന്റെ പ്രതിരോധത്തെ തകർക്കുക, അങ്ങനെ ഒരു തന്ത്രമാണ് റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു തന്ത്രം ഭേദിക്കാൻ വേണ്ടിയിട്ടാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരത്തിലൊരു ആന്റി ഡ്രോൺ വികസിപ്പിക്കാനായിട്ട് യുക്രൈനെ പ്രേരിപ്പിച്ചത്. ഈ ക്വാഡ് കോപ്റ്ററിന് പേരിട്ടിരിക്കുന്ന സ്റ്റിംഗ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ വേഗത ഏകദേശം മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. 37 കിലോമീറ്റർ ദൂരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ ടാർഗറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവയ്ക്ക് മുകളിലേക്ക് നേരിട്ട് ഇടിച്ചിറങ്ങി നശിപ്പിക്കുന്ന ഒരു തരം രീതിയിലാണ് ഇവ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്പർമാർ പറയുന്നതനുസരിച്ച് ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ FPV ഡ്രോണുകൾ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ വിവാഹ പരിപാടികളിലൊക്കെ പറത്തുന്ന ഡ്രോണുകൾ, അത് ഉപയോഗിച്ച് പരിചയമുള്ളവർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ ടെക്നോളജി പഠിക്കാൻ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഡ്രോണ് ഡെവലപ്പ് ചെയ്ത കമ്പനി പറയുന്നത്. ഈ 2025 ജൂൺ മുതലാണ് ഈ ഡ്രോണുകൾ ഉക്രൈൻ മിലിറ്ററിയുടെ ഭാഗമായി തീർന്നിരിക്കുന്നത്. അതിനുശേഷം ഏകദേശം 3000-ലധികം റഷ്യൻ ഷാഹിദ് ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് ഇപ്പോ ഉക്രൈൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇതിന്റെ നിർമ്മാണം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ഇപ്പോൾ ആന്റി ഡ്രോണുകൾ ഏകദേശം 10,000 യൂണിറ്റുകൾ വെച്ചിട്ട് അവരുടെ രാജ്യത്ത് ഓൾറെഡി പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ രണ്ടാം തലമുറ ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഉക്രൈൻ. ഉക്രൈൻ പ്രസിഡന്റിന്റെ സെലൻസ്കി പറഞ്ഞത് പരസ്പര സഹകരണവും നിക്ഷേപവും ലഭിക്കുന്ന പക്ഷം ഉക്രൈൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ തയ്യാറാണെന്നാണ്. ഇതിനകം തന്നെ ഉക്രൈന് വിദഗ്ധരെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. സെലൻസ്കി പറയണത് അവർക്ക് ദിവസത്തിൽ കുറഞ്ഞത് 2000 ഇന്റർസെപ്റ്റർ നിർമ്മിക്കാൻ കഴിയും. സെലൻസ്കി ഇപ്പൊ പറഞ്ഞേക്കുന്നത് അവർക്ക് ദിവസത്തിൽ കുറഞ്ഞ 2000 ഡ്രോണെങ്കിലും നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതിൽ 1000 ഉക്രൈന് വേണ്ടിയും 1000 പാർട്ട്ണർഷിപ്പ് രാജ്യം, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് വേണ്ടി 1000 വെച്ചിട്ട് ഡെയിലി ഉണ്ടാക്കുവാനായിട്ട് സഹായിക്കുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡ്രോൺ യുദ്ധം തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉക്രൈന്റെ ഈ കുറഞ്ഞ ചെലവുള്ള ഇന്റർസെപ്റ്റർ സാങ്കേതിക വിദ്യ അവരുടെ സ്വന്തം യുദ്ധഭൂമിയിൽ മാത്രമല്ല ഇനി വരാൻ പോണ ഭാവി യുദ്ധങ്ങളിലെല്ലാം ക്രൂഷ്യൽ റോള് വഹിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട.